ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു സിമ്പിളായിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ? മത്തങ്ങ വെച്ച്, മത്തങ്ങയും വൻപയറും ഒക്കെ ഇട്ട് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് ഒരു സംഭവമാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒരിച്ചിരി ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ട്രൈ ചെയ്യണേ. വിനീസ് കിച്ചൺ എന്ന യൂട്യൂബിൽ അടിച്ചു കൊടുത്താലും എൻ്റെ ഇത് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം അതിനു വേണ്ടി ഞാനൊരു കുക്കറിനകത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വൻപയർ എടുത്തിട്ടുണ്ട്. വലിയ ടൈപ്പ് വൻപയറല്ലേ, ഇപ്രാവശ്യം എനിക്ക് ചെറിയ ടൈപ്പ് വൻപയറാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചു. ഇനി ഒരു ചെറിയൊരു മത്തങ്ങ കഷ്ണം അത് ഇതുപോലെ നുറുക്കി അതൊരു ചട്ടിക്കകത്ത് വെച്ചിട്ട് ചട്ടിക്കകത്തിട്ടിട്ട് അതിനകത്ത് മത്തങ്ങ കഷ്ണം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അതും വേവിക്കാൻ വെച്ചു. ഇനി ഇത് രണ്ടും വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു ബൗളിനകത്ത് എടുത്തായിരുന്നു. അത് നമുക്ക് മിക്സിയുടെ ബൗളിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ഇട്ടു. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്, ഒരു തരിയായിട്ട് വേണം അരച്ചെടുക്കാനും. എരിശ്ശേരിക്ക് എപ്പോഴും തരിയായിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ അരച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും കുക്കറിനകത്ത് നമ്മുടെ വൻപയർ ഒരു 3-4 വിസിൽ മതി. വൻപയർ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാകുമ്പോൾ വൻപയർ ഒരു വെന്ത് റെഡിയായിട്ട് കിട്ടും. ഇനി ഈ വൻപയർ ഈ ഒരു പരുവത്തിന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങയും പകുതി വെന്തിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ വൻപയർ ആ മത്തങ്ങയിലോട്ട് ചേർത്ത് കഴിഞ്ഞ് ഞാനിവിടെ ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണം. ഞാൻ അതിൻ്റെ ഇതെടുക്കുന്ന സമയത്ത് ഉപ്പിടുന്നത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ അരപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു വലുതായിട്ട് പിന്നെ ഒരുപാട് തിളപ്പിച്ച് ഇതാക്കണ്ട, ഒരു ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ നല്ല ആ അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് അത് ഒന്ന് തിള വന്നു കഴിഞ്ഞ് ഞാൻ മാറ്റിയായിരുന്നു. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ഇട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയതും കൂടെ അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് അത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകണം, എന്നാലേ അതിന് ടേസ്റ്റുള്ളൂ. കണ്ട് ഈ ഒരു പരുവാകുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ കടുക് വറുത്തത് എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടോടെ വിളമ്പി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും കിട്ടും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.